എന്താ ഇത്? പോലീസാണെന്ന് കരുതി എന്തും ചെയ്യാന്നായോ? ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിലേക്ക് കയറിയത്? ഇത് നീ തന്നെ എന്നോട് ചോദിക്കണം. എന്റെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നു. ഇപ്പൊ എന്റെ സ്ഥാനം പിടിച്ചെടുത്തവളാ നീ എന്ന് കരുതി ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്നെ തടയാനുള്ള അവകാശമൊന്നും നിനക്കില്ല. വല്ലപ്പോഴൊക്കെ അത് ഓർക്കുന്നത് നല്ലതാ. ഞാൻ എപ്പോ വേണമെങ്കിലും അമ്മയെ കാണാൻ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് അമ്മയെ നന്നായിട്ട് നോക്കിക്കോണം. അമ്മയ്ക്ക് എന്തെങ്കിലും കുറവ് നീ വരുത്തിയെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ അവസാനമായിരിക്കും. ഞാൻ നല്ല രീതിയിൽ അമ്മയെ നോക്കുന്നുണ്ടെന്ന് ഗിരിയേട്ടൻ അറിയാം. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ ബോധിപ്പിച്ചേ പറ്റൂ. കാരണം ഞാനിത് ആവശ്യപ്പെടുന്നതേ ഒരു മരുമകളായിട്ടല്ല, ഒരു പോലീസുകാരിയായിട്ടാ. അമ്മയെ നീ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയ തൂക്കിയെടുത്ത് സെല്ലിലിട്ട് പെരുമാറും. അവിടെ ചോദിക്കാനേ ഒരു ഗിരിയേട്ടനും വരില്ല. എന്താടി, നിനക്ക് ദേഷ്യം വരുന്നോ? ഗിരിയേട്ടനും നിനക്കിടയില് ഞാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നീ ഇനി ഞങ്ങൾക്കിടയിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാണോ നീ എന്നെ വെറുതെ വിട്ടത്? അല്ലാത്തവരൊക്കെ നീ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കുകയല്ലേ ചെയ്യാ? ആദ്യം നിന്റെ ഭർത്താവ്, പിന്നെ നിന്റെ കുഞ്ഞ്, അത് കഴിഞ്ഞ് നിന്റെ അച്ഛൻ. നീ എന്താ പറഞ്ഞത്? അല്ല, നിന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഗിരിയേട്ടന് വേണ്ടി ഒഴിവാക്കിയ പോലെ നിന്റെ പ്രണയത്തിന് ചോദ്യം ചെയ്തപ്പോ പീതാംബരനെ നീ ഒഴിവാക്കി കാണുമല്ലേ? എടി, 5 വർഷമായിട്ട് എന്റെ അച്ഛന്റെ കേസ് പോലീസ് അന്വേഷിക്കല്ലേ? എന്നിട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? എന്നിട്ടിപ്പോ ഗിരിയേട്ടനെ ഞാൻ സ്വന്തമാക്കിയതിന്റെ അസൂയ മൂത്ത് നീ എന്നെ ആ കേസിൽ കൊടുക്കാൻ നോക്കുകയാണോ? അത് നടക്കുന്ന നീ കരുതണ്ട. ഞാനല്ല എന്റെ അച്ഛനെ കൊന്നത്. ശരിയാ. നീ അല്ല പീതാംബരനെ കൊന്നത്. അപ്പൊ പിന്നെ നീ പറഞ്ഞതൊക്കെയോ? ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടേ ചെറിയൊരു ടെസ്റ്റ് നടത്തിയതാ. നീ പാസ്സായി. ഇത് ടെസ്റ്റ് അല്ലായിരുന്നെങ്കിൽ നീ എന്റെ ദേഹത്ത് കൈവെക്കുന്നതിന് മുമ്പ് ബോധം കെട്ട് നിലത്ത് കിടന്നേനെ. പിന്നെ അമ്മയുടെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല. മര്യാദയ്ക്ക് ശുശ്രൂഷിച്ചില്ലെങ്കിൽ സെല്ലിൽ തലകീഴെ തൂക്കിയിട്ട് ഞാൻ തല്ലും.